വർഗ്ഗങ്ങൾ അതല്ലെങ്കിൽ സ്ക്വയേഴ്സ് എന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷനായ ചതുരഗുണനം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന ഒരു പോർഷനാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 21 × 13 എന്നാണ് അല്ലേ. 21 × 13 എന്ന് നമ്മൾ ചതുരഗുണനം എന്ന മെത്തേഡിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 21നെയും 13 എന്ന നമ്പറിനെയും സ്പ്ലിറ്റ് ചെയ്യണം. 21നെ നമ്മൾക്ക് 20 + 1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതിനെ ഞാൻ ആ ഒരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. ഇനി 13 എന്ന നമ്പറിനെ നമ്മൾക്ക് 10 + 3 എന്ന മെത്തേഡിൽ നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളിത് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബോക്സൊക്കെ വരയ്ക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് 20 എഴുതുക, തൊട്ടടുത്ത ബോക്സിൽ 1 എഴുതുക. ഓക്കെ, അതേപോലെ അടുത്ത നമ്പർ ഏതാണ് 13 ആണല്ലോ. അപ്പോൾ നമ്മൾ 10 എഴുതുന്നു, 3 എഴുതുന്നു. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മളിതിൽ ഫസ്റ്റായിട്ടുള്ള ഒരു കോളം ഉണ്ടല്ലോ അതെടുക്കുക. അതിൽ നമ്മൾ മുകളിലും സൈഡിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, അത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഓക്കെ, 20 × 10 20 × 10 എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എന്ത് 200 ആണ്, 200 ആണ് എന്നറിയാലോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അവിടെ എഴുതി. ഇനി അടുത്ത് നമ്മൾ എടുക്കുക കേട്ടോ, അടുത്ത ഒരു കോളം എടുക്കുക. അപ്പോൾ അടുത്ത പോർഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം 1 മുകളിൽ 10 സൈഡിൽ. 10 × 1 എന്ന് പറഞ്ഞാൽ 10 ആണ്, അത് നമ്മളിവിടെ എഴുതി. ഇനി നമ്മൾ എടുക്കുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 20 ആണ്, സൈഡിൽ 3 ആണ് അല്ലേ. 20 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 60 അല്ലേ. 60 എന്ന് നമ്മളിവിടെ എഴുതി. ഇനി അടുത്തത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളത് 1 ആണ്, സൈഡിലുള്ളത് 3 ആണ് ആണല്ലോ. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, 1 × 3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. ഓക്കെ, അത് നമ്മളിവിടെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലൊന്ന് ആഡ് ചെയ്യുക. 200 + 10 എന്ന് പറഞ്ഞാൽ 210 ആണല്ലോ. 60 + 3 എന്ന് പറഞ്ഞാൽ 63. ഇനി ചെയ്യുന്നത് ഇവർ തമ്മിൽ ആഡ് ചെയ്യുക. 210 + 63 എന്ന് വെച്ചാൽ 273. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ, സിമ്പിളാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾക്ക് സ്ക്വയേഴ്സ്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, 2 നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ, ഇനി 2 നമ്പേഴ്സ് സെയിം ആണ്, സിമിലർ ആണെങ്കിൽ നമ്മൾക്ക് അതേപോലെ ഒരേപോലെ നമ്പറാണെങ്കിൽ എന്ന് വെച്ചാൽ അതിന് നമ്മൾക്ക് എങ്ങനെയും പറയാം, സ്ക്വയേഴ്സ് കാണാൻ അല്ലെങ്കിൽ വർഗ്ഗം കാണാനാണെങ്കിൽ 15 × 15 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് 15 എന്ന നമ്പറിനെ നമ്മൾക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, 10 + 5 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 10 എഴുതും, ഇവിടെ 5 എഴുതും, ഇവിടെ 10 എഴുതും, ഇവിടെ 5 എഴുതും, കാരണം രണ്ടും സെയിം നമ്പറാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കോളത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, 10 × 10 100. ഇവിടെ വരികയാണെങ്കിൽ 10 × 5 അല്ലേ 50. ഇവിടെ വരുമ്പോൾ 10 × 5 വീണ്ടും 50. ഇവിടെ 5 × 5 25. ഓക്കെ അല്ലേ. ഇനി നമ്മൾക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യാം. 100 + 50 എന്ന് പറഞ്ഞാൽ 150. 50 + 25 എന്ന് പറഞ്ഞാൽ 75 അല്ലേ. സോ ഇവിടെ നമ്മൾ 75 എന്ന് എഴുതി. ഇനി നമ്മൾ ഇത് തമ്മിൽ ആഡ് ചെയ്യണം, അതായത് 150 + 75. 150 + 75 എന്ന് പറഞ്ഞാൽ എത്രയാണ് 225. ഓക്കെ, ഇത് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ചതുരഗുണനം അതല്ലെങ്കിൽ റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളല്ലേ, മനസ്സിലായില്ലേ. ഓക്കെ.